പാടുവിൻ സകല ഭൂമിയെ ദേവന് പുതിയ പാട്ടായി പാടുവിൻ. നാഥനു പാടി നാമം വാഴ്ത്തുവിൻ. നാൾ തോറും തൻ്റെ രക്ഷയെ നിങ്ങൾ ആർത്തറിയിപ്പിൻ. ജയം ജയം പരമതാതനു ജയം ജയം, പരമസുധനു ജയം ജയം, പരമാത്മാവിനു ജയം ജയം, ത്രിയേകദേവന് ജയം ജയം. ജയം ജയം യേശുനാമത്തിനു ജയം. ജയമാമേൻ ജയമാമേൻ ആമേൻ എന്നു പാടുവിൻ. സകല ഭൂമിയെ ദേവന് പുതിയ പാട്ടായി പാടുവിൻ. നാഥനു പാടി നാമം വാഴ്ത്തുവിൻ. നാൾ തോറും തൻ്റെ രക്ഷയെ നിങ്ങൾ ആർത്തറിയിപ്പിൻ. പാടുവിൻ സകല ഭൂമിയെ ദേവന് പുതിയ പാട്ടായി പാടുവിൻ. നാഥനു പാടി നാമം വാഴ്ത്തുവിൻ. നാൾ തോറും തൻ്റെ രക്ഷയെ നിങ്ങൾ ആർത്തറിയിപ്പിൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന കർത്താവിനെ മഹത്വപ്പെടുത്താൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദി. സുബോധത്തോടെ എഴുന്നേറ്റ് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങളെ സഹായിച്ചല്ലോ. നന്ദി പിതാവേ, നന്ദി നന്ദി. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല. ഭക്ഷണവും വസ്ത്രവും ആരോഗ്യം ബലവും സമാധാനവും സന്തോഷവും എല്ലാം എൻ്റെ അപ്പൻ്റെ പക്കല. ദാനമായി നൽകേണ്ടതിനായി അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയപ്പെട്ടവരുണ്ടപ്പ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരുണ്ട് കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തരുന്നൊരു നല്ല കർത്താവ് ഉള്ളതോർത്ത് സ്തോത്രം. അങ്ങ് അത്ഭുതവാനാ, വീരനാം ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, ഞങ്ങൾക്ക് സകലത്തിൻ്റെ സകലതുമായി കൂടെയുള്ളതോർത്ത് നന്ദി പറയുക. ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും അങ്ങയുടെ മേൽ ഞങ്ങൾ ഇട്ടുതരിക. ഞങ്ങളുടെ ഭാരം ചുമക്കാവുന്ന വാക്ക് പറഞ്ഞ നല്ലൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദി പിതാവേ, നന്ദി. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു, അവരുടെ വിദ്യാഭ്യാസത്തെ ഏൽപ്പിക്കുന്നു. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി കൊടുത്ത് സഹായിക്കണമേ. എൻ്റെ കർത്താവെ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ പഠനത്തെ മാനിച്ചു കൊള്ളണമേ കർത്താവെ. ബുദ്ധിജ്ഞാനവും കൊടുക്കണമേ. യാതൊരു പ്രയാസവും പ്രതികൂലം ഉണ്ടാകാൻ അനുവദിക്കല്ലേ. തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ശ്രേഷ്ഠരായി മാറണം കർത്താവെ. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി വളരണം കർത്താവെ. അതിനായിട്ടൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്ത് കടന്നു പോകാനിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. അതിനായി പ്രയത്നിക്കുന്നവരുണ്ട്. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. വഴിവാതിൽ തുറന്നു കൊടുക്കണമേ. അവരെ മാനിക്കണമേ. അവരുടെ ആഗ്രഹം നിവർത്തിക്കണമേ. ഒരു കഷ്ടമോ നഷ്ടമോ സങ്കടമോ ഉണ്ടാകാൻ അനുവദിക്കാതെ സ്വർഗം അവരെ സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറക്കണമേ കർത്താവെ. ഉപജീവനമാർഗം ആഗ്രഹിച്ച് ചോദിക്കുന്ന കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ അത്ഭുതത്തിൻ്റെ വഴി തുറന്നു കൊടുത്ത് ഈ ദിവസങ്ങളിൽ മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി ആഗ്രഹിച്ച എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുക. ഉള്ളതുപോലെ കാണുന്ന ദൈവം, ഉള്ളതുപോലെ അറിയുന്ന ദൈവം തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അറിഞ്ഞ് അവരാഗ്രഹിക്കുന്ന മേഖലകളിൽ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെ അവരെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മാതാപിതാക്കളോടൊക്കെ കരുണ തോന്നണമേ കർത്താവെ. വിശ്വാസത്തിന് ഭംഗം വരുവാൻ അനുവദിക്കല്ലേ. പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരോട് കരുണ തോന്നണമേ കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം. ഞങ്ങളുടെ ഉപജീവനമാർഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ അപ്പച്ചനൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് ശേഷിപ്പിച്ച ദൈവം ഹല്ലേലൂയ ഞങ്ങളുടെ ഉപജീവനമാർഗത്തിന്മേലും കരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. ഒരു കഷ്ടവും നഷ്ടവും കൂടാതെ എൻ്റെ മക്കൾക്കെല്ലാം വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിക്കണം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ. തക്ക തുണയൊരുക്കണം. അവരുടെ വിവാഹം നടക്കണം. ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന മാസം തീകളും കൂടിയിരുന്ന് സുഖപ്രസവം നൽകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ ഏൽപ്പിക്കുന്ന തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണം. കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സമാധാനം ഓരോ മക്കൾക്കും അയക്കണം. മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണം. അവർക്ക് മാനസാന്തരം അയക്കണമേ കർത്താവെ. ആരും നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം 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 കർത്താവെ. വീണ്ടും പരീക്ഷയ്ക്കായിട്ടും ഇൻ്റർവ്യൂവിനായിട്ടും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ അവരെ അനുഗ്രഹിക്കണം. ബുദ്ധിജ്ഞാനം എൻ്റെ അപ്പച്ചൻ കൊടുക്കണം. അവരുടെ നാവോട് അവരുടെ കരുത്തോടൊക്കെ ചേർത്ത് അപ്പച്ചൻ പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവ്, ഈ സമയം കടഭാരമുള്ള മക്കളുണ്ടവരെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണേപ്പാ. വാടക ഭവനങ്ങളിൽ കഴിയുന്നവർക്ക് സ്വന്തമായി തലചായ്പാൻ ഒരിടമൊരുക്കണമേ കർത്താവേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ കർത്താവേ. ദൈവമായ കർത്താവെ, ജോലിയിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. ആരോഗ്യത്തോടും ബലത്തോടും ജോലി കാര്യങ്ങളെ ചെയ്ത് നന്മ പ്രാപിപ്പാൻ ഓരോരുത്തരെ സഹായിക്കണമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തണമേ കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരെ അനുഗ്രഹിക്കണം. പുതിയ നന്മകളും സന്തോഷവും കൊടുത്തവരെ മാനിക്കണം. യാത്ര പോകുന്ന ഓരോ മക്കളെയും കൺമണി പോലെ സൂക്ഷിക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രപ്പ സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവെ, അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവം, ഓരോരുത്തരെയും അറിയുന്ന ദൈവം അവിടുന്ന്. ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ബൈപ്പാസ് സർജറിക്കായിട്ട് ഒരുങ്ങുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, കർത്താവേ, തലമുടി മുഴുവനും കഴിയുന്ന ജീവിതങ്ങൾ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. പല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവർ, ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ, ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവർ, എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ കർത്താവേ, ശരീരമാസകലം ചൊറിച്ചിലാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവ്, വയറ്റിൽ മൊഴിയാൽ ഭാരമുള്ളവരുണ്ട്, ഫിക്സ് രോഗം വരുന്നവരുണ്ട് കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ പൊന്നുകരങ്ങളിൽ ഓരോ മക്കളെയും ഏൽപ്പിക്കുകയാണ് കർത്താവേ. കണ്ണിന് കാഴ്ചയില്ലാതെ സർജറിക്കായിട്ടൊക്കെ ഒരുങ്ങുന്ന ജീവിതങ്ങളുണ്ട്. തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗം മനസ്സലിഞ്ഞ് കരുണ കാണിച്ച് നല്ല വചനായി കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ടത് നിശ്ചയമാ. ഞങ്ങളുടെ ഭാരങ്ങളെപ്പോഴും ഞങ്ങളുടെ കർത്താവിൻ്റെ ഹല്ലേലൂയ കാൽച്ചുവട്ടിൽ ഇട്ടുകൊണ്ട് സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയം. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവേ. അത്ഭുതങ്ങളെ ചെയ്ത് ഓരോ ജീവിതങ്ങളെയും മാനിക്കുമാറാകണം. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ താങ്ങിക്കൊള്ളണം. രോഗശൈലിയിലായിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കണം. ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാര്യം ചെയ്തെടുപ്പാൻ കൃപ കൊടുക്കണം. ആശുപത്രി മുറികളിലും ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും ഓപ്പറേഷൻ തിയേറ്ററിലും കിടക്കുന്നവരുണ്ട് കർത്താവേ. ഡെലിവറി റൂമിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്നവരുണ്ട് കർത്താവേ. എല്ലാവരെയും ഇതിനു മുൻപാകെ ഏൽപ്പിക്കുന്നു. രോഗികൾക്ക് നല്ല വൈദ്യൻ അവിടുന്ന്, മരുന്ന് അവിടുന്ന് കർത്താവേ. ഒന്ന് തൊട്ടാൽ മതി, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം ലഭിക്കും. ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ദൈവമാ. ഇന്നും ആ കരം കുറുതല്ല, ആ ചെവി മന്ദമായി പോയിട്ടില്ലല്ലോ കർത്താവേ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്നവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് മറുപടി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന കർത്താവേ. സ്റ്റിയറിങ്ങിലൊക്കെ അപ്പൻ്റെ കരം ചേർത്ത് പിടിച്ചോണേ. ആപത്തപകടമെല്ലാം വെടിവെക്കുമാറാകണമേ കർത്താവ്. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെയും അയൽ കുടുംബങ്ങളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ രാജ്യങ്ങളോടൊക്കെ മനസ്സലിയണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളോട് മനസ്സലിയണമേ കർത്താവ്. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിച്ചാട്ട്. മദ്യത്തിലും മയക്കുമരുന്നും ലഹരിക്കടിമപ്പെട്ട് ഭോഗപ്രിയരായി നടക്കുന്ന ജീവിതങ്ങളെ മാനസാന്തരത്തിലെത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലി എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങൾക്ക് തമ്മിലൊന്നും അറിയത്തില്ലെങ്കിലും എൻ്റെ കർത്താവേ, എൻ്റെ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും സ്വർഗം അനുഗ്രഹിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മഹത്വമേറിയ സാക്ഷ്യം കേൾപ്പാൻ ഭാഗ്യം തരയണം. ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം.